സ്റ്റേറ്റ് ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊടിപടലങ്ങളാൽ മൂടി കാസർകോട്ടെ ചെമ്മനാട് പ്രദേശം ജനജീവിതം തന്നെ ബുദ്ധിമുട്ടിലായതോടെ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ. ലോകോത്തര ബ്രാൻഡായ ഗോദ്രേജിന്റെ ഇന്റീരിയോ, കബോർഡ്, അലമാരകൾ, ലോക്കറുകൾ എന്നിവയുടെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും എക്കാലത്തും മികച്ചുനിന്ന 120 വർഷങ്ങളുടെ പാരമ്പര്യം. ഗോദ്രേജ് കമ്മീഷൻ ആൻഡ് ജനറൽ ഏജൻസി NH66 ആണങ്കൂർ, കാസർഗോഡ്. റോഡ് നിർമ്മാണം പൂർത്തിയാവാതെ വന്നതോടെ പൊടിപടലം നിറഞ്ഞ് കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ ചെമ്മനാട് പ്രദേശം. പൊടിപടലങ്ങളായി പുറത്തിറങ്ങാൻ പോലും കഴിയാതെ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഈ പ്രദേശത്തുകാർ. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിംഗ് സൊസൈറ്റി കരാർ ഏറ്റെടുത്ത കാസർഗോഡ് കാഞ്ഞങ്ങാട് KSTP റോഡ് കിളച്ചിട്ട് 1 മാസം പിന്നിട്ടിട്ടും ടാറിംഗ് തുടങ്ങാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. റോഡ് പൂർണ്ണമായി കിളച്ചിട്ട നിലയിൽ തുടരുന്നതോടെ പൊടിയിൽ പൊതിഞ്ഞ് പ്രദേശവാസികളും യാത്രക്കാരും കടുത്ത ദുരിതത്തിലാണ്. പണി പൂർത്തിയാകാതെ വന്നതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടസ്സമായതോടൊപ്പം ക്രമാതീതമായി ഉയരുന്ന പൊടി ജനജീവിതത്തിന് തന്നെ വിനയായി മാറുകയായിരുന്നു. ഉയർന്നു നിൽക്കുന്ന കരിങ്കൽ ചീളുകൾ ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയായിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയുള്ള ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികളടക്കം 1 മാസത്തിൽ കൂടുതലായി കോൺക്രീറ്റ് മിശ്രിത സിമന്റ് പൊടിയാണ് ശ്വസിക്കുന്നത്. വയോജനങ്ങളടക്കം നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇവയുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതല്ല. താൽക്കാലിക പരിഹാരമായി റോഡിൽ വെള്ളം തളിക്കുന്നുണ്ടെങ്കിലും ഉയർന്ന ചൂടിൽ പെട്ടെന്ന് തന്നെ റോഡ് പൂർവ്വസ്ഥിതിയിലാകും. നിലവിൽ ഓരോ വാഹനവും കടന്നു പോകുമ്പോൾ ഉയരുന്ന പൊടിപടലം സമീപത്തെ വീടുകളിലേക്ക് പരക്കുന്നത് ഓരോ മണിക്കൂറിലും വെള്ളം തളിച്ച് തടയേണ്ട സ്ഥിതിയാണ്. ഇതോടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമായിരിക്കുകയാണ് പൊടിശല്യം. വിഷയമുന്നയിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങളടക്കം സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.